ഹായ്. മൂന്ന് അപ്ഡേറ്റ് പറയാനുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആദ്യം തന്നെ പറയാം. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദി ഗോഡ് തളപതി വിജയ് സിനിമയുടെ ഇതുവരെ വന്നുള്ള അപ്ഡേറ്റുകളിൽ ഒരു ബർത്ത്ഡേ ഷോട്ട് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം. അതല്ലാതെ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഗംഭീര സോങ് ആയിരുന്നു. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഒരു എന്താ പറയാ, ഒന്നിനും പറ്റാത്ത കുറെ സാധനങ്ങൾ. ഈ വിസിൽ പോടും പേഴ്സണലി എനിക്ക് കുഴപ്പമില്ല, എന്റെ ബീറ്റ് ഒക്കെ രസമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ആദ്യം വന്നൊക്കെ പോട്ടെ, ഏറ്റവും അവസാനം വന്നിട്ടുള്ള നമ്മുടെ സ്പാർക്ക് സോങ് പെറ്റ നല്ല സഹിക്കൂല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്രയും ഏറിപ്പോയിരിക്കണം വെങ്കട് പ്രഭുവും നമ്മുടെ വിജയണനൊക്കെ. വിജയണ ഏറിപ്പോകാൻ കാരണം ഇതിന്റെ AI ആ സാധനമല്ലോ, ഡി ഏജിങ് ചെയ്തിട്ട് ഒരു കോളാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് അമൽ ഡേവിസ് ഒക്കെ ആയിട്ടാണ് ആളുകള് എന്താ പറയാ ഈ താരതമ്യം ചെയ്തല്ലോ. അബിൽ ഡേവിസ് ഒരു രസികൻ തന്നെ എന്ന് പറഞ്ഞ പോലെ തളപതി വിജയ് ഒരു രസികൻ തന്നെ എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിജയ് അണ്ണന്റെ ഈ സിനിമയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പുള്ളിക്കാരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൽ വീഡിയോ വന്നിട്ടുണ്ട്. ഈ സിനിമ ഒരു ഗംഭീര സാധനമായിരിക്കും പറഞ്ഞിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടിട്ട് അങ്ങോട്ട് വന്നാൽ സമാധാനായി. റെഡി. வந்து ஆக்சுவலா நான் இங்கிலீஷ் டிரான்ஸ்லேஷன் பண்ணி கொடுத்துருந்தேன். எனக்கு ரொம்ப ஹாப்பியா இருந்தது. ஏன்னா பிரபு பொறுத்த வரைக்கும் என்னன்னா, அத்தனை படங்கள் ஒர்க் பண்ணிருக்காங்க. யாருமே இன்டெலெக்சுவல் சைட் ஆஃப் பிரபு பத்தி பேசுறது கிடையாது. எப்படின்னா பார்ட்டி கூல் ஃபன் அப்படின்னு தான் சொல்றாங்களே தவிர அவரோட இன்டெலெக்சுவல் சைடு பத்தி பேசுறதே கிடையாது. விஜய் சார் வந்து சொன்னாரு, ஏதோ ஒண்ணு பண்றாமா, எனக்கும் பிரபுக்கும் இது வந்து ரொம்ப பெரிய படமா இருக்கும்னு நான் நம்புறேன் அப்படின்னு சொன்னாரு. ரொம்ப ஹாப்பியா இருக்கு. ഒരു പുതുവിധമായ വിപി പടമാ இருக்கும். ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, വിജയ് പറഞ്ഞത് ഏതോ ഒന്നൊരു പണ്ടാമെന്നാണ്. എന്തോ ഒന്ന് പണ്ണുന്നുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കരമായ സാധനം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഇതോടുകൂടി പുള്ളിക്കാരനെ ഫീൽഡ് ഔട്ട് ആക്കും എന്ന് പറഞ്ഞാണോ എന്ന് വരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമ്മളിത് ഭയങ്കര സംഭവമായിട്ട് എടുക്കാതിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. ഒന്ന്, ഇതുവരെ വന്നുള്ള അപ്ഡേറ്റുകളൊക്കെ മോശം എന്ന് തന്നെ പറയാം. ഏകദേശം ഇപ്പൊ 1-2 സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം മോശമായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്പാർക്കൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇത് കണ്ടത് ഇപ്പൊ ഇൻസ്റ്റയില് 3-4 പേജിലെങ്ങാണ്ട് ഞാൻ ഈ സെയിം സാധനം കണ്ടിട്ടുണ്ട്. പലതരത്തിൽ ഇതിന്റെ പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ ഹൈപ്പ് വെറുതെ അനാവശ്യമായിട്ട് കൂടുന്ന ഒരു അവസ്ഥ ഇപ്പോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈപ്പ് കൂടിക്കഴിഞ്ഞാൽ ലിയോ ഭയങ്കരമായിട്ടുള്ള പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് കളക്ഷൻ നേടിയ ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് അപ്പോഴും മിക്സഡ് റിവ്യൂസ് വന്നിട്ടുണ്ട്. ആരാധകരിൽ നിന്ന് തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. സോ ഈ ഹൈപ്പ് കയറുന്നത് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും, ബാക്കി എല്ലാ സിനിമയ്ക്കും ഞാൻ പ്രതീക്ഷിക്കാൻ അങ്ങനെ പറയാറില്ല, പൊതുവേ ഈ സിനിമയ്ക്ക് ഇപ്പൊ ഒരു ഹൈപ്പും ഇല്ല, സേഫ് സോണിലാണ്. കാരണം അങ്ങനെ ഹൈപ്പൊന്നും ഇല്ലാണ്ട് വന്നിട്ട് അത്യാവശ്യം കൊള്ളാമെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിക്കുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ്, വിജയ് പോലും എന്റെയും വെങ്കട് പ്രഭുവിന്റെയും ലൈഫിൽ ഇത് വലിയ സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഹൈപ്പ് അതിനേക്കാൾ കൂടുതൽ ഒന്നും വേണ്ട. വിജയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞാനടക്കം വിശ്വസിക്കും. ഇപ്പോൾ നമ്മൾ അതിൽ ഭയങ്കര പ്രതീക്ഷ അർപ്പിക്കും. അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഇത് അവസാനം ഇത്രയും മുകളിൽ കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് താഴെ ഇടുന്ന പരിപാടിയായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് ഹൈപ്പൊന്നും ഞാൻ പേഴ്സണലി ഇതിൽ വെക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി ഈ വെങ്കട് പ്രഭു ഒരുപക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ മേക്കിങ്ങിലൊക്കെ ഒരുപക്ഷെ വിജയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അപ്ഡേറ്റ് വൈസ് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള വരാനിരിക്കുന്ന സിനിമ. ഒട്ടും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല. സെപ്റ്റംബറിൽ സിനിമ വരും. അത് കണ്ടറിയുന്ന വേണം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റോറി വൈസ് ചിലപ്പോൾ നല്ലതാണോ അല്ലേ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. മാത്രമല്ല ഈ ഡി ഏജിങ് ചെയ്തിട്ടുള്ള, ഏജ് കുറച്ചിട്ടുള്ള വിജയനൊക്കെ ആ കൊളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി സിനിമയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ എന്താ പറയാ, കമൽഹാസന്റെ ഇന്ത്യൻ ടൂയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്ത സമയത്ത് നമ്മുടെ നെടുമുടി വേണു, അതുപോലെ വിവേക്, ഇവരൊക്കെ ചെയ്ത സമയത്ത് ഈ ലെഫ്റ്റിലേക്ക് തിരുമ്പോ റൈറ്റിലേക്ക് തിരുമ്പോഴൊക്കെ ഈ ഫേസിന്റെ ഒരു സിമെട്രിക്ക് ഭയങ്കര ചേഞ്ച് വരികയും മാത്രമല്ല കണ്ണൊക്കെ കോങ്കണ്ണായ പോലെ കുറെ സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മാക്സിമം നന്നായിട്ട് ചെയ്തു, അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഗോട്ടിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഇപ്പൊ തന്നെ ഇത് ആകെ കൊളായി, ആകെ ഊക്ക് കിട്ടി എയർ കയറി നിൽക്കുന്നതുകൊണ്ട് സിനിമയിൽ ഇത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഹൈപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതൊരു ആ
കണ്ടറിയാം. ഒരു വിജയ് ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇത് ഹിറ്റ് ആവണം എന്നുണ്ട്. എനിക്ക് ഫ്ലോപ്പ് ആവുമെന്നൊന്നും ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ ആവറേജ് മൂവി ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ അതിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. അതല്ലാണ്ട് പറയാനുള്ളത് മണിച്ചിത്രത്താഴുണ്ട്, അതുപോലെ അഡിയോസ് അമീഗോസ്. ഈ അഡിയോസ് അമീഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ മാറ്റി വെച്ചതായിരുന്നു. മാറ്റി വെച്ചതിന് ശേഷം ഇപ്പൊ പുതിയ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 9th, അത് ഈ വരുന്ന 9ാം തീയതി സിനിമ തിയേറ്ററിലെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോസ്റ്ററും ഇവർ ഇതിന്റെ കൂടെ പുറത്തുവിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഒരു കിള്ളൻ സിനിമ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം ലുക്ക് വൈസ് ആണെങ്കിലും ആസിഫ്ക്കൊക്കെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, സുരാജേട്ടൻ പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം ടൈപ്പ് ഒരു ക്യാരക്ടർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സിനിമ വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി പറയാനുള്ളതാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്ന്. കാരണം സ്ഫടികം ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങി, വമ്പൻ ഹിറ്റായിരുന്നു. പക്ഷെ ദേവദൂതൻ ഭയങ്കര രസമായിട്ടാണ് ആ സിനിമ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു എന്താ പറയാ, ആ സിനിമ തന്നിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക്. പ്ലസ് ഈ 4K കാണുക, ആ മ്യൂസിക് ട്രീറ്റ്, ശരിക്കും ഒരു മാജിക് നടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തില്ല. അത്രയും പഴയ ഒരു സിനിമ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ, അത് വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കുക, പുതിയ സിനിമ പോലെ കേട്ടിരിക്കുക. ഏറ്റവും അവസാനം ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബീറ്റൊക്കെ എഴുത്തി കാണിച്ചിട്ടും സിനിമ കഴിഞ്ഞിട്ടും തിയേറ്ററിൽ ആ പാട്ട് ആസ്വദിച്ച ആളുകൾ ഇരിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പേഴ്സണലി ഞാൻ അനുഭവിച്ചതാണ് തിയേറ്ററിൽ പോയപ്പോൾ. എന്നെ പോലെ തന്നെ നിങ്ങളും മിക്ക ആളുകളും അത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, നമ്മൾ മൊബൈലിൽ വീണ്ടും 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 യൂട്യൂബിൽ എടുത്ത് കാണുന്ന ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന മാസ്റ്റർ പീസ്, നമ്മുടെ ഫാസിലിന്റെ മാജിക് സംഭവിച്ചിട്ടുള്ള ഒരു സിനിമ. അത് ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ് അന്നും. അത് മാസ്റ്റർ പീസ് തന്നെ. അതിനെ ബീറ്റ് ചെയ്യാനൊന്നും ഇനി അങ്ങനത്തെ ഒരു ഹൊറർ ഫിലിം ഒന്നും മലയാളത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കിടിലൻ സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പപ്പു ചേട്ടന്റെ. അത് ബിനു പപ്പു തന്നെയാണ് അത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ബിനു പപ്പു അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഭയങ്കര വൈകാരികമായിട്ടുള്ള സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇതില് പോസ്റ്റർ ഇതാണ്, നല്ല സൂപ്പർ പോസ്റ്റർ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. അത് തിയേറ്ററിൽ വരുമ്പോൾ എന്ത് രസമായിരിക്കും. ശോഭനയും നമ്മുടെ ലാലേട്ടനും സുരേഷ് ഏട്ടനും ഒരു കിട്ടുന്ന സാധനമായിരിക്കും. അത് ഭയങ്കര സാധനമായിരിക്കും. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് കുതിരവട്ടം പപ്പു ആസ് കാട്ടുപറമ്പൻ ക്യാരക്ടർ പോസ്റ്റർ. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്ന് മുകളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്നിങ്ങനെ സൂപ്പർ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയാ, കത്തി ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കത്തി പോകുന്ന ഒരു സാധനമായിട്ട് കൊടുത്തിട്ടുള്ളതും, പിറകില് മറ്റേ ഗംഗ ഗംഗ എന്ന് പറയുന്ന ഗംഗ എന്നല്ലേ, സോറി ഗംഗയല്ലോ, ആ നർത്തകിയുടെ അയ്യോ അയ്യോ ഇത്രയും പുറത്തുള്ള ഒരു പേര് പോലും കിട്ടുന്നില്ലോ. അയ്യോ, നമ്മുടെ തമിഴത്തി. എന്തായാലും പുള്ളിക്കാരനെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സംഭവം കിടു. എന്നിട്ട് പുള്ളി ഇതില്, അതായത് ബിനു പപ്പു ഇതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഒരു സംഭവം ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. അച്ഛൻ മരിച്ച് 24 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. സിനിമയുടെ സൗന്ദര്യവും ശക്തിയും അതിലുപരി മാന്ത്രികതയും ഇതാണ്. കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണ് നിറയ്ക്കുകയും ചെയ്ത് മറഞ്ഞുപോയ അച്ഛനെപ്പോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാർ എല്ലാവരും ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. കലാകാരന്മാർക്ക് മരണമില്ല. ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സത്യമാണ്. കാരണം ഇതിൽ ഒരുപാട് ആളുകൾ, മരണപ്പെട്ടു പോയ കുറേ ആളുകളുണ്ട്. നമ്മുടെ നെടുമുടി വേണു, അതുപോലെ ഒരുപാട് ആളുകൾ, പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുമ്പോൾ ഈ സുധീഷേട്ടൻ്റെ ക്യാരക്ടർ, പിന്നെ സുധീഷിന്റെ കാമുകിയായിട്ടുള്ള ആ ക്യാരക്ടർ, അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ്. ഇതൊക്കെ പിന്നെ KPSC ലളിത ചേച്ചി പറഞ്ഞ ഒരു സംഭവമല്ലോ, 10-30 വർഷങ്ങൾക്ക് മുമ്പാന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്നിട്ട് ആ ബാക്കിൽ ഇങ്ങനെ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു മുறை വന്ന് പാർത്തായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ കവർ സോങ് പോലെ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും അവിടെ ഈ ഡയലോഗും ഇതൊക്കെ തന്നിട്ടുള്ളൊരു രോമാഞ്ചം എത്രമാത്രമാണെന്നുള്ളത് പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. സോ അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഈ സ്ഫടികവും ദേവദൂതനും ഒക്കെ കണ്ട പോലെ നിർബന്ധമായിട്ടും തിയേറ്ററിൽ പോയി കാണണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഈ കാലത്ത് ഇറങ്ങുന്ന പോലെ ഒരു 4Kയിൽ ഇങ്ങനെ ഒരു സംഭവം ഒരുക്കി തരുമ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയായിരിക്കും. സോ തീർച്ചയായിട്ടും ഞാൻ പോയി കാണും. ആരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇതുപോലെ
ഇനി തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പഴയകാല സിനിമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ പേഴ്സണലി എനിക്ക് വല്യേട്ടൻ, അതുപോലെ മമ്മൂക്കയുടെ വല്യേട്ടൻ, അതുപോലെ ആ, നമ്മുടെ ചിത്രം, പിന്നെ യോധ ആൻഡ് മമ്മൂക്കേന്റെ തന്നെ നമ്മുടെ കൗരവർ, ഇത് തിയേറ്ററിൽ കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ കല്യാണരാമനും പാണ്ടിപ്പടയും തിയേറ്ററിൽ കാണുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ ഉള്ള ലിസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക. പിന്നീട് കാണാം. കാണുന്നവരെ